ഓക്കെ. കർത്താവിന്റെ ഗണ്യമേറിയ നാമം ഈ അനുഗ്രഹീതമായ പാദനിമിഷത്തിൽ വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ദൈവസന്നിധിയിൽ എന്നെ കേൾപ്പാനായി കർത്താവിൽ നിന്ന് പ്രവർത്താനായി പിടികൊണ്ടിരിക്കുന്ന അനേകരായ എല്ലാ പ്രിയപ്പെട്ടവരും വിശേഷം ഈ ആത്മീയ സമൂഹത്തിലാണ് നേതൃത്വ പദവി അലങ്കരിക്കുന്ന ക്രിസ്തുവിൽ ആത്മീയനായി വിജയപ്പെടുത്തിയ സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷകന്റെ വീണ്ടെടുപ്പുകാരനുമായ യേശുകർത്താവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അർപ്പിക്കുകയാണ്. ഇങ്ങനൊരു അവസരം ലഭ്യമായതിൽ കർത്താവിന് മഹത്വവും കരയറ്റുകയും ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുന്നു. സമയം വളരെ പരിമിതമാകുകൊണ്ട് മുഖവിലകളിൽ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യ നിർവഹണത്തിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥിച്ച് വാക്കുകളെ ഉപസംഹരിക്കുവാൻ ദൈവം ശരണം നൽകുകയാണ്. ഇന്നേക്ക് 5 വർഷത്തിന് പുറകിൽ പ്രാർത്ഥന എന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയോടുകൂടി ആരംഭിക്കപ്പെട്ട ചിക്കാഗോ പ്രെയർ ലൈൻ എന്ന നാമകരണത്തിൽ അറിയപ്പെടുന്ന ഈ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക സംഘം ഇതുവരെയും നാഥൻ നടത്തി എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതിനോട് ബന്ധപ്പെട്ട ചില വസ്തുതകൾ നിഗളമായി കൈമാറുവാൻ ഈ നാമത്തിൽ ശരണപ്പെടുത്തുക. ഒരു കുറിവാക്യമെടുത്ത് ഒരു സന്ദേശം എന്നതിനേക്കാളുപരി ഈ ആത്മീക സംഗമത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ സംഗമത്തിന്റെ പേരിനോട് ബന്ധപ്പെട്ട് ഒരു ചില വാക്കുകൾ മാത്രം പറഞ്ഞ് മുൻപിലേക്ക് വരാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നാം എല്ലാവരും അറിയുന്നത് പോലെ ചിക്കാഗോ പ്രെയർ ലൈൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ രാവിലെ സമയം ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ പാട്ടുകൾ കേൾക്കും. അതിനുശേഷം പ്രാർത്ഥന വിഷയങ്ങളെ ശ്രദ്ധിച്ചു, പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നതും ശ്രദ്ധിച്ചു. എന്താണ് പ്രാർത്ഥന? കഴിഞ്ഞ 5 വർഷമായി നമ്മൾ ആ തലത്തിൽ പോകുമ്പോൾ കുറഞ്ഞ പക്ഷം പ്രാർത്ഥന എന്നതിനെ കുറിച്ച് ചില വസ്തുതകൾ ഒന്ന് ആധികാരികമായി അറിയുന്നത് അത് വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് ആ വസ്തുതകളെ കുറിച്ച് 1-2 കാര്യങ്ങൾ താല്പര്യപ്പെടുക. പ്രാർത്ഥനാ മനുഷ്യരുടെ വിലപ്പെട്ട അനുഭവങ്ങളും പഠനങ്ങളും ഒക്കെ നമ്മെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എപ്പോഴും ഉത്തേജിപ്പിക്കുന്നവയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ നമുക്ക് ദൈവഹിതം അറിയപ്പെടുവാനും അത് നിറവേറ്റപ്പെടുവാനും ഒക്കെ ഇടയായിട്ട് ഞാൻ പറയുന്നത് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് ആവശ്യമായിരിക്കുന്നത്. പ്രാർത്ഥനയെ കുറിച്ച് പൊതുവായ ഏതെങ്കിലും ഒരു നിർവചനം കൊണ്ട് പ്രാർത്ഥനയുടെ മുഴുവൻ സ്വാധീനത്തെ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തെയോ ഉൾക്കൊള്ളുവാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. എങ്കിലും പ്രാർത്ഥന നമ്മുടെ ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന വിവിധ തുറകളെ സ്പർശിക്കുമെന്നതുകൊണ്ട് സമഗ്രമായിരിക്കുന്ന ഒരു നിർവചനം പ്രാർത്ഥനയെ കുറിച്ച് പറയുക എന്നുള്ളത് അസാധ്യമാണ്. എങ്കിലും 1-2 ചിന്തകൾ പ്രാർത്ഥനയെ കുറിച്ച് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എന്താണ് പ്രാർത്ഥന? നമുക്കറിയാം, ദൈവത്തോട് മനുഷ്യന്റെ ആശയവിനിമയമാണ് പ്രാർത്ഥന. ദൈവത്തോട് മനുഷ്യന്റെ ആശയവിനിമയം. കോൺവെർസേഷൻ വിത്ത് ഗാഡ്, ദൈവമായിട്ടുള്ള സംഭാഷണം. നമുക്കറിയാം, ഞാൻ ആ ഭാഗം പറയുമ്പോൾ നമുക്കറിയാം ദൈവം കൂട്ടായ്മയെ ആഗ്രഹിക്കുന്നത് എപ്പോഴും അവന്റെ മഹൽ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനുമായിട്ടാണ്. എന്നാൽ ഏതെനിൽ വെച്ച് ദൈവവും മനുഷ്യനും തമ്മിൽ നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ചരിത്രമെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഏതെനിലെ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യന് ദൈവത്തോട് സമ്പർക്കം പുലർത്തുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഏക ഉപാധിയാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകുന്നു? ഒരു കാലഘട്ടത്തിൽ ഏതൻ പൂങ്കാവനത്തിൽ വെച്ച് ദൈവമായിട്ടുള്ള അകൽച്ച സംഭവിച്ച മനുഷ്യന് ഇന്ന് ദൈവത്തോട് അടുക്കുവാൻ
ദൈവം ഈ ഭൂപരപ്പിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക ഉപാധിയാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ മനുഷ്യന്റെ വ്യക്തിപരമായിരിക്കുന്ന ആവശ്യങ്ങൾ നമുക്ക് അറിയിക്കാനായി കഴിയും. ആത്മീയമായിരിക്കുന്ന, മാനസികമായിരിക്കുന്ന, ശാരീരികമായിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ പ്രാർത്ഥനയിലൂടെ നാം അടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി സന്ദേശങ്ങൾ കേൾക്കാറുണ്ട്. ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഈ കാലഘട്ടങ്ങളിൽ അല്പസമയം ഒന്ന് പ്രാർത്ഥനയ്ക്ക് വേർതിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടല്ലേ ചിക്കാഗോ പ്രയർ ലൈൻ എന്ന പേരിൽ കഴിഞ്ഞ 5 വർഷമായി ഇത് നിലനിന്നതും ഇതിന്റെ പുറകിൽ ഒരു പ്രാർത്ഥനയുള്ളത് കൊണ്ടാണെന്ന് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ ഒന്ന്, ദൈവത്തോടും മനുഷ്യന്റെ ആശയവിനിമയമാണ് പ്രാർത്ഥന. ആ ആശയവിനിമയത്തിനകത്ത് ചില ബന്ധങ്ങൾ വെളിപ്പെടണം. എങ്ങനെയാണ് ആ ബന്ധം വെളിപ്പെടേണ്ടത്? ഒറ്റവാക്കിൽ പറയാം. നമുക്കറിയാം, നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുവാനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ശിക്ഷകണങ്ങളെ നോക്കി വെച്ച് പറഞ്ഞു കൊടുത്ത പദവി ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കയറി വരുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അല്ലെങ്കിൽ സ്വർഗത്തേക്ക് നോക്കി വെച്ച് യേശു കർത്താവ് പിതാവേ എന്ന് സംബോധന ചെയ്ത് പ്രാർത്ഥിച്ച് കാണിച്ച മാതൃക പ്രകാരം നാം പ്രാർത്ഥിക്കണം. പിടികിട്ടുന്നു. പിതാവേ എന്ന് വിളിക്കുമ്പോൾ, ഒരു പക്ഷേ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങൾ എന്നെ പപ്പയെന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് മക്കളെന്ന ആ ഒരു തലത്തിലേക്കാണ്. അപ്പൊ പ്രാർത്ഥനയിലേക്ക് നാം കയറി വരുമ്പോൾ ചിലപ്പോൾ അല്പസമയമായിരിക്കണം പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് യേശു പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഒരു പിതൃപുത്ര ബന്ധം വെളിപ്പെടുകയാണ്. ആ ബന്ധത്തിലേക്ക് നാം അടുത്തു വരുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ മറുപടി കാണാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ അതങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്തുകൊണ്ട് മറുപടികൾ ലഭ്യമാകുന്നില്ല? എന്തുകൊണ്ട് ജീവിതത്തിനകത്ത് പരാജയങ്ങൾ സംഭവിക്കുന്നു? ഒരുപക്ഷെ പറഞ്ഞേക്കാം, പക്ഷെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നയാളാണ്, മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കുന്നയാളാണ്, സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിൽ വന്നിരുന്നു, ഇതുപോലെയുള്ള ഷൂമുകളിൽ വന്നിരുന്നു, ലഭ്യമാകുന്ന സമയം മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കുന്നയാളെന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് സ്വയം പറയാൻ കഴിഞ്ഞേക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുകയും നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നീയും പിതാവുമായിട്ടൊരു ബന്ധത്തിലേക്ക് കയറി വരുമെങ്കിൽ ഉറപ്പ് തരാം, ഈ സോമനി ലീവാകുന്നതിനേക്കാൾ മുൻപ് നിന്റെ വിഷയത്തിനകത്ത് ദൈവം ഇടപെട്ടിരിക്കും. എന്താണ് പറയാൻ കാരണം? ഒരു പിതൃപുത്ര ബന്ധത്തിലേക്ക് നാം വരുമ്പോൾ അപ്പനോട് മക്കൾ ചോദിക്കുന്നത് ഒരിക്കലും അപ്പൻ നിരാകരിക്കത്തില്ല, നെഗ്ലക്ട് ചെയ്യത്തില്ല, അവഗണിക്കത്തില്ല. നിശ്ചയമായിട്ടും അപ്പൻ അത് ചെയ്തു കൊടുക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ഒരു ബന്ധത്തിലേക്ക്, ആരുമായിട്ടുള്ള ബന്ധം, പിതാവ് പുത്രൻ എന്ന പിതൃപുത്ര ബന്ധത്തിലേക്ക് യേശു പിതാവ് എന്ന് വിളിച്ച് വന്നതുപോലെ നാമും ആ നിലകളിൽ പ്രാർത്ഥനയിലേക്ക് കയറി വരണം. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ദൈവത്തോട് അടുത്ത് ചെല്ലുക. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തോട് നാം അടുത്ത് ചെല്ലുക, അവൻ നമ്മോട് അടുത്ത് വരിക. ആ ബന്ധത്തിലേക്ക് നമ്മൾ കയറി വരുമ്പോഴാണ് നമ്മുടെ പല വിഷയങ്ങളിലും ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. അപ്പൊ ഒന്ന്, പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യന്റെ ആശയവിനിമയം, ആരോടുള്ള ദൈവത്തോടുള്ള ആശയവിനിമയമാണ് പ്രാർത്ഥന. 2, ദൈവഹിതം തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. യേശുക്രിസ്തു തന്റെ പ്രാർത്ഥനയിൽ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവ ഇഷ്ടം അറിയുവാൻ നാം പ്രാർത്ഥിക്കണമെന്ന വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ചോദിക്കട്ടെ, ഒരു ദൈവഹിതത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നവർക്കാണ് എപ്പോഴും ദൈവം തന്റെ ഇഷ്ടത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവത്തോട് പറയാൻ മുഴുവൻ സമയം വിനിയോഗിക്കാതെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമുക്കറിയാം, ഷോപ്പിംഗ് മാളുകളിലൊക്കെ നമ്മൾ പോകുന്നവരാണ്. മനസ്സിലാകുന്നില്ലേ? വിദേശത്താണെങ്കിൽ ലിയോമാളിലും അതുപോലെയുള്ള ബിഗ്ബസാറിലും ഒക്കെ നമ്മൾ പോകുന്നവല്ല. എന്താ അതിനകത്ത് കയറി സാധനങ്ങളെല്ലാം മേടിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ നീണ്ട ഒരു ലിസ്റ്റുമായിട്ട് നമ്മൾ വരാറുള്ളത്, ബില്ലുമായിട്ട്. ഇതുപോലെയാണ് പലരും പ്രാർത്ഥനയിലേക്ക് കയറി ചെല്ലുന്നത്. പലപ്പോഴും പ്രാർത്ഥനയിലേക്ക് നാം കയറി ചെല്ലുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നീണ്ട ഒരു ലിസ്റ്റ് പോലെ
ദൈവസന്നിധിയിൽ കൊണ്ട് അവതരിപ്പിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പരിപാടി ഒന്ന് നിർത്തിയ ആവശ്യങ്ങൾ പറയണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടുകൂടെ അറിയിക്കണമെന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നാം പറയുന്നതിനകത്തൊരു ദൈവഹിതം ഉണ്ടോ എന്ന് കൂടെ പരിശോധിച്ച് നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുന്നത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പോ എന്താണ് പ്രാർത്ഥന? ഒന്ന്, ദൈവത്തോടുള്ള ആശയവിനിമയം. രണ്ട്, ദൈവഹിതം തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന. മുഴുവൻ സമയം നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവത്തോട് പറയാൻ മുഴുവൻ സമയവും വിനിയോഗിക്കാതെ നമ്മോട് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ദൈവം നമ്മോട് പറയേണ്ടതിന് വേണ്ടിയും കൂടെ നാം സമയം കണ്ടെത്തണം. അങ്ങനെ ദൈവ ഇഷ്ടം അറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ടും ദൈവം മറുപടി നൽകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഞാനിത് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായം 14-15 ഈ സന്ദേശങ്ങളിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അവനോട് അപേക്ഷിച്ചാൽ, അങ്ങനെയാണ് ആ വാക്യം പറയുന്നത്. അപ്പോൾ ദൈവഹിതം തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥമായിരിക്കുന്ന ദൈവിക ഭക്തന്മാർ എന്ന് പറയുന്നത്. ദൈവിക കൂട്ടായ്മയുടെ മധുര സ്മരണകൾ നിലനിർത്തുന്നത് ദൈവഹിതം നാം തിരിച്ചറിയുന്നതിലൂടെയാണ്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നാം ദൈവഹിതം തിരിച്ചറിയുമ്പോൾ കൂടുതൽ പ്രാർത്ഥനയിലേക്കും കൂടുതൽ വിശുദ്ധ ജീവിതത്തിലേക്കും നാം ആകർഷിക്കപ്പെടുവാൻ തയ്യാറാണ്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്ന ദൈവഹിതത്തിന്റെ തലത്തിലേക്ക് നാം മടങ്ങി വരേണ്ടത് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമാണ്. ഇനി എന്താണ് പ്രാർത്ഥന? സമയം വളരെ പരിമിതമാണ്, വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. ദൈവത്തിന്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്നതാണ് പ്രാർത്ഥന. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന്, ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ആശയവിനിമയമാണ് പ്രാർത്ഥന. രണ്ട്, ദൈവഹിതം വെളിപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. മൂന്ന്, ദൈവത്തിന്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്നതാണ് പ്രാർത്ഥന. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവം പ്രവർത്തിക്കുന്നത് എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു മറുപടിയായിട്ടാണ്. എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ദൈവം പ്രവർത്തിക്കുന്നത് പ്രാർത്ഥനയുടെ ഒരു മറുപടിയായിട്ടാണ്. പകരം പറയുന്നു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം. സങ്കീർത്തനം 50:15. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും എന്താ എഴുതിയിരിക്കുന്നത്, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അപ്പൊ നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നുള്ളത് മനസ്സിലാക്കണം. ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ ഉത്തരമരുളാം. മനസ്സിലായോ? അപ്പൊ ദൈവത്തിന്റെ കൽപ്പനയായിരിക്കുന്ന ആ പ്രാർത്ഥനയിലേക്ക് നാം കയറി വരുമ്പോൾ, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിന് എന്ത് ചെയ്തേ പറ്റൂ? ദൈവത്തിന് പ്രവർത്തിച്ചേ മതിയാവൂ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന് മറുപടിയെ ദൈവം അയക്കാൻ തുടങ്ങും. ചില അപൂർവ സാഹചര്യങ്ങൾ ഒഴികെ ദൈവത്തിന്റെ എല്ലാ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് അനുസൃതമായിട്ടാണ് വെളിപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ചില അപൂർവ സാഹചര്യങ്ങളൊഴികെ ദൈവത്തിന്റെ എല്ലാ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് അനുസൃതമായിട്ടാണ് ദൈവം ചെയ്യുന്നത്. മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു. അപ്പോ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തിയെ സ്പർശിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വീണ്ടും ആ സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കുന്നു. പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തിയെ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ സ്പർശിക്കുകയാണ്. ദൈവത്തിന്റെ ആ ശക്തിയെ അവൻ തൊടുകയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ചെയ്യുന്നത്. അപ്പോൾ ദൈവം സർവശക്തനാണ്. എന്നാൽ മനുഷ്യന്റെ പ്രാർത്ഥന കൂടാതെ ഒരിക്കലും ദൈവത്തിന് തന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി പറയാം, നിങ്ങൾ പ്രാർത്ഥിക്ക്, അവന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ആ വസ്തുത മനസ്സിലാകും. 12 വർഷം
രക്തസ്രാവം പിടിച്ചൊരു സഹോദരി തന്റെ നന്മകൾ മുഴുവനും നഷ്ടപ്പെട്ടിട്ടും അവൻ ഒരു വിടുതലും കാണുവാൻ കഴിയാതെ ഒരിക്കൽ അവളുടെ തീരുമാനമെടുത്തു, ഞാൻ ഇന്ന് അവന്റെ അടുക്കൽ ചെല്ലും, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. എന്താ സംഭവിച്ചത്? ആമേൻ. പുരുഷാരത്തിന്റെ നടുവിലേക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തവൾ ചെന്ന് ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊടുമ്പോൾ ആമേൻ, അവൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. ആരാണ് എന്നെ തൊട്ടത്? പിടികിട്ടിയോ? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത്. ആമേൻ. അപ്പോൾ പ്രാർത്ഥന ഒരു മനുഷ്യന്റെ മേൽ ശക്തിയെ പുറപ്പെടുവിക്കും. ആരുടെ ശക്തി? ദൈവത്തിന്റെ ശക്തി, പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ. ഇന്ന് പ്രഭാതത്തിൽ ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ശക്തമായി ചെല്ലപ്പെടുക. നീറിപ്പുകഞ്ഞ് വർഷങ്ങളായി ജീവിതത്തിനകത്തൊരു വിടുതൽ കാണാൻ കഴിയാതെ നട്ടപ്പോഴും ഒരു കൊട്ട പറിച്ചെടുക്കുമ്പോഴും ഒരു കൊട്ട കണക്കിലിരുന്നു കൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതിരിക്കുമ്പോൾ വിടുകയ, നീ പ്രാർത്ഥനയുടെ അടുത്ത തലങ്ങളിൽ കയറുക. ഒരു ശക്തി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽ വചനത്തിന്റെ ശക്തി, വചനം പറയുന്നു, ഞാൻ നമ്മളെ വചനം അയച്ചവരെ വിടുവിക്കുമെന്ന്. എവിടെയൊക്കെയോ ഒന്ന് പ്രാർത്ഥനയിൽ നിന്ന് സ്പർശിക്കുവാൻ, പ്രാർത്ഥനയിൽ നിന്ന് തൊടുവാൻ, പ്രാർത്ഥനയിൽ ശക്തിയെ പുറപ്പെടുവിക്കുന്ന തലത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ ഈ പ്രഭാതത്തിൽ ദൈവമക്കൾ തയ്യാറാണെങ്കിൽ ഉറപ്പു തരാം, നിശ്ചയമായിട്ടും ദൈവം നിങ്ങളുടെ വിഷയത്തിനകത്ത് വിടും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ക്ഷണത്തിൽ അവളുടെ ബാധ മാറി. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ക്ഷണത്തിൽ നിന്ന് ബാധ മാറി. അപ്പോൾ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. വീട്ടിലിരുന്ന് ഉറങ്ങി നടക്കിയാൽ സ്തോത്രം. എന്റെ പൊന്നു പ്രിയപ്പെട്ടവര്, സ്തോത്രം, മറഞ്ഞിരിക്കാൻ നമ്മൾ ശ്രമിക്കരുത്, പുറത്തു വരണം. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? സ്തോത്രം, ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം, ഇതൊരു ആത്മീക സംഘമാണ്, ഇതൊരു പ്രാർത്ഥനാ കൂട്ടമാണ്. അപ്പോൾ ഇതൊരു ആത്മീക ശുശ്രൂഷയായതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറഞ്ഞിരിക്കാൻ പാടില്ല. എത്ര പേർക്ക് ഞാൻ പറയുന്നത് ഗൗരവം മനസ്സിലാക്കുന്നുണ്ട്? സ്തോത്രം, ഇതൊരു സൂം പ്ലാറ്റ്ഫോം അല്ലേ? കഴിയുന്നിടത്തോളം നിങ്ങളുടെ വീഡിയോകൾ കൂടെ ഓൺ ചെയ്ത് സാഹചര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സഹകരിക്കുന്നതിനകത്ത് തെറ്റില്ല. എനിക്ക് എല്ലാവരെയും കാണണം, എന്നെ ആരും കാണരുത് എന്ന സക്കായിയുടെ മനോഭാവം ഒന്ന് മാറ്റി വെച്ചേച്ച് ഒന്ന് വീഡിയോ, ഇതൊരു ആത്മീയ ശുശ്രൂഷയായതുകൊണ്ട് സ്തോത്രം, ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തൊന്ന് പുറത്തേക്ക് വരാൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും സ്തോത്രം, അതൊരു സന്തോഷമാണെങ്കിൽ ഉറപ്പു തരാം, നിങ്ങളൊന്ന് പുറത്തു വന്നാൽ, എത്ര മണി ആശയം മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ ഈ നാളുകളിൽ അവരുടെ ശക്തിയെ പുറപ്പെടുവിക്കുന്ന തലങ്ങളിൽ, പ്രാർത്ഥനയുടെ അടുത്ത തലങ്ങളിലേക്ക് ഒന്ന് കയറി വന്നാൽ നിങ്ങളുടെ നീങ്ങിപ്പോകുന്ന ഏത് വിഷയത്തിനകത്തും ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുമെന്നതിൽ ഒരു തർക്കവുമില്ല. അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പോൾ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് മനുഷ്യന് ദൈവത്തോടുള്ള ആശയവിനിമയമാണ് പ്രാർത്ഥന. 2, ദൈവഹിതം തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന. 3, ദൈവത്തിന്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്നതാണ് പ്രാർത്ഥന. 4, എന്താണ് പ്രാർത്ഥന? അനുഗ്രഹങ്ങളുടെ സ്വർഗീയ കലവറ തുറക്കുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന. പിടികിട്ടിയോ? 4, അനുഗ്രഹങ്ങളുടെ സ്വർഗീയ കലവറ തുറക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോ നമുക്കറിയാം, ശ്രദ്ധിക്കൂ, എന്താണ് സ്വർഗീയ കലവറയെ തുറക്കുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, ദൈവം എന്ന് പറയുന്നത് വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. അനുഗ്രഹങ്ങളുടെ കലവറയാണ് സ്വർഗം എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ ഉടമ്പടികൾ നിറവേറ്റുവാൻ തുടങ്ങും. എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട്? അനുഗ്രഹങ്ങളുടെ സ്വർഗീയ കലവറയെ തുറക്കുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ദൈവം എന്ന് പറയുന്നത് വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. അനുഗ്രഹങ്ങളുടെ കലവറയാണ് സ്വർഗം. അപ്പോൾ നമ്മുടെ മേൽ ദൈവം വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളെ ആർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോടുള്ള ഉടമ്പടികൾ നിറവേറ്റുവാൻ തുടങ്ങും. അപ്പോൾ വാഗ്ദാനങ്ങൾ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യണം? അവയ്ക്ക് വേണ്ടി യാചിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും നിഷേധിക്കപ്പെടത്തില്ല. അതാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത്, അല്ലേ? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്താ യാചിക്കേണ്ടത്? നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ കുടുംബത്തിൽ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ ശുശ്രൂഷയുടെ മേൽ, നമ്മുടെ സഭയുടെ മേൽ ദൈവം പറഞ്ഞിരിക്കുന്ന
വാഗ്ദത്തങ്ങളുണ്ട്. അത് നാം ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം നിശ്ചയമായും ദൈവം അതിന്റെ പിന്നിൽ ഇടപെട്ടിരിക്കും. 1 യോഹന്നാൻ 5:14 വായിച്ചാൽ കുറച്ചുകൂടെ ആ പദം വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. വാഗ്ദാനങ്ങൾ ദൈവ ഇഷ്ടപ്രകാരമുള്ളതാകിയാൽ ഒരിക്കലും അത് നിരാകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് സ്തോത്രം എന്തെങ്കിലും തരുവാൻ വിളിക്കുന്ന ദൈവത്തെ കൊണ്ട് തരാമെന്ന് സമ്മതിപ്പിക്കുന്നതല്ല, പിന്നെയോ അനുഗ്രഹിക്കുവാൻ സ്തോത്രം സന്മനസ്സുള്ള ദൈവത്തിന്റെ ആർദ്രതയിൽ ആശ്രയിക്കുന്നതാണ് പ്രാർത്ഥന. തിരിച്ചറിയുന്ന ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. അനുഗ്രഹങ്ങളുടെ കലവറയെ തുറക്കുവാൻ നാം തയ്യാറാകണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവം സ്നേഹിക്കുന്നവർക്കുമുള്ള വാഗ്ദത്ത നിവർത്തിയാണ് പ്രാർത്ഥനയുടെ സാഫല്യം എന്ന് പറയുന്നത്. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനവും അനുഗ്രഹങ്ങളുടെ കലവറയുമാകിയാൽ പ്രാർത്ഥന എന്ന താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭണ്ഡാരം തുറക്കുവാനും അനുഗ്രഹീതരാകുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. അനുഗ്രഹം കുറഞ്ഞു പോകുന്നത് ദൈവം അനുഗ്രഹിക്കാനിട്ടല്ല, പ്രാർത്ഥന കുറഞ്ഞു പോകുന്നത് കൊണ്ടാണെന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വാഗ്ദത്തം നിവർത്തിക്കായി ദൈവസന്നിധിയിൽ നാം മുട്ടുകൾ മടക്കാൻ തയ്യാറാകണം. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? അടുത്ത നിർവചനം ഒറ്റവാക്കിൽ പറഞ്ഞ് ഞാൻ എന്റെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാം. കേൾക്കൂ. 5ാമതായി പ്രാർത്ഥനയുടെ നിർവചനം എന്ന് പറയുന്നത് സാത്താന് എതിരെയുള്ള പോരാട്ടമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് കുഞ്ഞുകളിയല്ല. ഇത് സ്തോത്രം ഒരു ചിക്കാഗോ പ്രയർ ലൈൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു ഉറങ്ങിക്കിടന്നപ്പോൾ കണ്ടൊരു സ്വപ്ന കഥയല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ആരുടെങ്കിലും ബുദ്ധിക്കകത്ത് ഉരുത്തിരിഞ്ഞുള്ള ഒരു സംഭവമല്ല. ഇത് വെളിപ്പാടിൽ ആരംഭിച്ചത്. സ്തോത്രം പറയാൻ തന്റെ ഉണ്ടോ ഈ ദൂതിന്? സ്തോത്രം. നന്ദിയോടെ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് വെളിപ്പാടിൽ. അപ്പോൾ വെളിപ്പാടിൽ ആരംഭിച്ച പ്രാർത്ഥനയുടെ മറുപടിയെ തള്ളിക്കാൻ ഒരു പാതാള ശക്തിക്ക് കഴിയത്തില്ലെന്ന് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 5ാമത്തെ നിർവചനം പറഞ്ഞ് അവസാനിപ്പിക്കാം. സാത്താന് എതിരെയുള്ള പോരാട്ടമാണ് പ്രാർത്ഥന. നമുക്കറിയാം സാത്താൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ എതിരാളിയാണ്. നമ്മുടെയും എതിരാളി അവൻ തന്നെയാണ്. ദൈവഹിതം നിവർത്തിക്കുന്നത് എവിടെ? ഭൂമിയിൽ. നമ്മുടെ മേൽ നിവർത്തിക്കുന്നത് സാത്താന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവഹിതം ഭൂമിയിൽ നിറവേറ്റുന്നത് അല്ലെങ്കിൽ നിവർത്തിക്കുന്നത് സാത്താന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. മനുഷ്യനും ദൈവവും സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ തകരുന്നത് സാത്താന്യ പദ്ധതികളാണെന്ന് നാം തിരിച്ചറിയണം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. മനുഷ്യനും ദൈവവും സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ തകരുന്നത് സാത്താന്യ പദ്ധതികളാണ്. പ്രാർത്ഥനയിലൂടെ മനുഷ്യൻ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുകയും ദൈവഹിതം നിറവേറുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പിശാച് പ്രാർത്ഥിക്കുന്നവർക്കെതിരെ അവൻ തിരിയാൻ സാധ്യതയുണ്ട്. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്കെതിരെ പിശാച് ആക്രമണങ്ങൾ അടിച്ചുവിടാൻ സാധ്യതയുണ്ട്. സ്തോത്രം. പക്ഷെ അവിടെയെല്ലാം പ്രാർത്ഥനയിൽ ഒരു ഭക്തനെ ജയിക്കാൻ തയ്യാറാകണം. അതിലാണ് സ്തോത്രം പ്രാർത്ഥന പോരാട്ടം എന്ന് പറയുന്നത്. ഇത് ചുമ്മാ കുഞ്ഞുകളിയല്ല. ഇതിന്റെ പുറകിൽ വില കൊടുത്തേ മതിയാകൂ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ സാത്താന്റെ വെല്ലുവിളി എപ്പോഴും നേരിടേണ്ടി വരുന്നു. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. അറിയാവുന്ന എനിക്കറിയത്തില്ല നിങ്ങൾക്ക്. വാക്യം ഇതാണ്: ദുഷ്ടനെ ഭത്സിക്കുന്നവനെ കറ പറ്റുന്നു. മനസ്സിലാകുന്നുണ്ടോ? ദുഷ്ടനെ ഭത്സിക്കുന്നവന് കറ പറ്റുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം സാത്താന്യ തന്ത്രങ്ങളോട് പോരാടുമ്പോൾ പ്രതിസന്ധികൾ നമുക്കെതിരെ ആഞ്ഞടിക്കും. സാരമില്ല. പക്ഷെ അവരോട് കൂടെയുള്ളവരെക്കാൾ നമ്മോട് കൂടെയുള്ളവർ അധികമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ മേൽ പകരപ്പെടുന്ന ആത്മനിറവ്, നമ്മുടെ മേൽ പകരപ്പെടുന്ന ദൈവിക സാന്നിധ്യം, നമ്മുടെ മേൽ കൈമാറിയിരിക്കുന്ന ദൈവിക അഭിഷേകം സാത്താന്യ തന്ത്രങ്ങളെ ജയിക്കാൻ കഴിവുള്ളതാണ്, തികവുറ്റതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നാം കയറി വരണം. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു? അറിയാം, സാത്താനെ തോൽപ്പിച്ച് സ്തോത്രം സാത്താന്റെ വെല്ലുവിളിയെ തകർത്തുകൊണ്ട് കാൽവരിയുടെ കുലമരത്തിൽ സ്തോത്രം സാത്താനെ തോൽപ്പിച്ച് ജയഭേരി മുഴക്കിയത് ദൈവപുത്രനായിരിക്കുന്ന യേശു കർത്താവാണെന്ന് കൊലോസ്യലേഖനം വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ നാം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സാത്താന്യ തലങ്ങൾ പരാജയം
പരാജയങ്ങൾ സംഭവിച്ചു വഴിമാറാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയെ തടയുവാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും പൈശാചിക മണ്ഡലങ്ങൾ ഉയർത്തിയെന്ന് വരും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ സാത്താനെതിരെ പോരാട്ടം നടത്തി വേണം പ്രാർത്ഥിക്കുക. ഈ കാരണത്തിലാണ് പലരുടെയും സ്തോത്രം ശരിയായി പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകും. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷെ പോരാടി പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ല. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഒരു കഠിന ധ്വാനമായി തീരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സാത്താന്യ പോരാട്ടം ഹേതുവായിട്ടാണ്. ദൈവിക പ്രവൃത്തിയെ തടയുവാനും സാത്താന്യ ശ്രമങ്ങൾ ദൈവിക പ്രവൃത്തികളെ തടയുവാൻ, ദൈവിക വിടുതലുകളെ തടയുവാൻ സാത്താൻ ശ്രമങ്ങൾ നടത്തുന്നു എന്ന ദാനിയേൽ പ്രവചനം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുമ്പോൾ അവന്റെ അടുക്കൽ ഒന്നാം ദിവസം മറുപടി പുറപ്പെട്ടതാ. പക്ഷെ അവന്റെ കൈകളിൽ എത്താതിരിക്കേണ്ടതിന് പാർസി രാജ്യത്തിന്റെ പ്രമുഖന്മാർ എന്ന് പറഞ്ഞാൽ സാത്താന്യ ശക്തികൾ അവൻ തടയിടുകയാ. ഇതിനെ തോൽപ്പിക്കുവാൻ ആ മനുഷ്യൻ അവൻ മുഴങ്കാലും അടക്കിയ സമയം പ്രതിസന്ധികൾ ഉയർന്നിട്ടും മറുപടി കയ്യിൽ ലഭിക്കാതിരുന്നിട്ടും എഴുന്നേറ്റു മാറിയില്ല. അവേ സ്തോത്രം, മറുപടി ലഭിക്കുന്നതുവരെയും പോരാടി ദൈവസന്നിധിയിൽ ഇരുന്നത് പോലെ നാം വിടുതലുകളെ പ്രാപിക്കുന്ന സമയം വരെയും കർത്തൃസന്നിധിയിൽ വീണുകൂടും വാശിയോടുകൂടെ നാം ഇരിക്കുന്നുവെങ്കിൽ അതിന്റെ നടുവിൽ ദൈവിക വിടുതലുകളെ മാത്രമല്ല, നീ ദൈവസന്നിധിയിൽ പോരാടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിനക്ക് വേണ്ടി പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ ദാനിയേലിന് വേണ്ടി രംഗപ്രവേശനം ചെയ്തതുപോലെ നിനക്ക് വേണ്ടി അവന്റെ ദൂതന്മാർ ക്ഷണിക്കാൻ തുടങ്ങും. അപ്പൊ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ സ്വഭാവവും ഗൗരവവും അനുസരിച്ച് സാത്താനിൽ നിന്ന് എതിർപ്പുകൾ പ്രതീക്ഷിച്ചിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ എതിർപ്പുകൾ പ്രതീക്ഷിച്ചതായിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തൊരു വെളിപ്പാടുണ്ട്. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഇവിടെ നിങ്ങൾ ആത്മമണ്ഡലത്തിൽ അന്ധകാര ശക്തികളുടെ പടവെട്ടി ആത്മനിറവിൽ ചിലത് അഴിക്കാൻ തുടങ്ങിയാൽ അവിടെയും ചിലത് അഴിയാൻ തുടങ്ങും. അങ്ങനെ അഴിയാൻ തുടങ്ങിയാൽ സ്തോത്രം, ഈ പോരാട്ടത്തിൽ അന്തിമ ജയം ആർക്കാണെന്ന് അറിയാമോ? പ്രാർത്ഥിക്കുന്നവർക്കാണ്. എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? അതുകൊണ്ട് പറയാം, പ്രാർത്ഥന ഒരു യുദ്ധായുധം മാത്രമല്ല, പ്രാർത്ഥന ഒരു യുദ്ധമാണ്. പ്രാർത്ഥന ഒരു യുദ്ധായുധം എന്ന് പറയുന്നതിനേക്കാളും പ്രാർത്ഥന ഒരു യുദ്ധമാണ്. അപ്പൊ എവിടെയാണ് ആ യുദ്ധഭൂമി? നിന്റെ പ്രാർത്ഥനാ മുറിയാണ് യുദ്ധഭൂമി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ നാളുകളിൽ പ്രാർത്ഥനയുടെ ആത്മതലങ്ങളിലേക്ക് ഒന്ന് മടങ്ങി വരാൻ, പ്രാർത്ഥനയുടെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയിൽ ഒരു പതി കൂടെ മൂർച്ച കൂട്ടാൻ നമ്മെ തന്നെ വിധേയപ്പെടുത്താം. പ്രാർത്ഥിച്ച അവയിൽ പല പ്രിയപ്പെട്ടവരുടെ അനുഭവങ്ങളും പഠനങ്ങളും ഒക്കെ നമ്മെ പ്രാർത്ഥനയിലേക്ക് സ്തോത്രം അടുത്ത ലെവലിലേക്ക് കരം പിടിക്കുമെന്നത് പരമാർത്ഥമാകിയ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന എന്താണെന്ന് നാം തിരിച്ചറിയണം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നമ്പർ 1, ദൈവത്തോട് മനുഷ്യന്റെ ആശയവിനിമയമാണ് പ്രാർത്ഥന. 2, ദൈവത്തിന്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്നതാണ് പ്രാർത്ഥന. 3, അനുഗ്രഹങ്ങളുടെ സ്വർഗീയ കലവറയെ തുറക്കുന്നതാണ് പ്രാർത്ഥന. 4, ദൈവത്തിന്റെ ശക്തിയെ ദൈവഹിതം തിരിച്ചറിയുന്നത്, അതാണ് പ്രാർത്ഥന. 5, സാത്താനെതിരെയുള്ള പോരാട്ടമാണ് പ്രാർത്ഥന. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നത് സമയം പരിമിതമാണല്ലോ. വാക്കുകളെ ഇവിടെ സംഭരിക്കുന്നു. അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് മടങ്ങി വരാം. ഈ പ്രാർത്ഥനകൾ വലിയ വിജയമായി തീരും. ചിക്കാഗോ പ്രയർ ലൈൻ എന്ന പേരിൽ സ്തോത്രം, ഈ പേരിനകത്ത് നാമകരണത്തിൽ പ്രാർത്ഥന എന്ന പദം കൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഈ സംഘത്തിൽ വന്നിരുന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ 5 കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയായി തരുണത്തിൽ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. മനുഷ്യന് ദൈവത്തോടുള്ള ആശയവിനിമയമാണ് പ്രാർത്ഥന. 2, ദൈവഹിതം തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന. 3, ദൈവത്തിന്റെ ശക്തിയെ പുറപ്പെടുവിക്കുന്നതാണ് പ്രാർത്ഥന. 4, അനുഗ്രഹങ്ങളുടെ സ്വർഗീയ കലവറ തുറക്കുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന. 5, സാത്താനെതിരെയുള്ള പോരാട്ടമാണ് പ്രാർത്ഥന. ഈ നാളുകളിൽ ഈ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ മുറ്റമടക്കം വിടുതലുകളെ പ്രാപിച്ചെടുക്കാം. അതിനുവേണ്ടി സർവേശ്വരനായിരിക്കുന്ന ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്ന ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി തലകൾ വെടുക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പ്രാർത്ഥന എന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കർത്താവ് നല്ല സാവകാശത്തിനായി സ്തോത്രം. ഈ 5 നിർവചനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ തീനാവുകളാകാൻ
ഞങ്ങൾ എവിടെ നിന്ന് സഹായിക്കണം. പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ച് മുന്നേറി വരുമെങ്കിലും പ്രാർത്ഥനയിൽ ഞങ്ങൾ പിന്നിലായി പോകുന്ന തലങ്ങളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റി ഒരു പ്രാർത്ഥനയുടെ പോരാളിയാക്കി ഞങ്ങളെ ദൈവാത്മാവ് കരം പിടിച്ചു കൊണ്ടുവരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിന് നന്ദി. മഹത്വമേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless all of you. Thank you. Thank you very much. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന. പ്രാർത്ഥനയെ കുറിച്ച് ആഴമായിട്ടുള്ള ചില ചിന്തകളാണല്ലോ. നമുക്കറിയാം പ്രാർത്ഥന എത്രമാത്രം പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തില്. കർത്താവിന്റെ ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞത് ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്നാണ്. നമ്മളായിരുന്നെങ്കിൽ ചോദിച്ചത്, ഞാനായിരുന്നു ചോദിച്ചത്, എന്നെ ഒന്ന് പ്രസംഗിക്കാൻ പഠിപ്പിക്കണമേ എന്നാണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ താല്പര്യപ്പെടുന്നത്. എന്നാൽ പ്രാർത്ഥന എന്താണെന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞത്, ദൈവവുമായിട്ടുള്ള ആ സംഭാഷണം. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ ആദാം ദൈവവുമായി നിരന്തരം എല്ലാ ദിവസവും സംസാരിച്ചിരുന്നു. ആ സംസാരമാണ് ഇന്ന് നമുക്ക് പ്രാർത്ഥന. അതുപോലെ തന്നെ എന്താണ് ദൈവഹിതം വെളിപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ ഹിതം ദൈവത്തിന്റെ മേൽ ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമായിട്ട് പ്രാർത്ഥന മാറിപ്പോകാറുണ്ട്. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ദൈവഹിതം പൗലോസിന്റെ പ്രാർത്ഥനകളൊക്കെ നോക്കിയാൽ അറിയാം. പ്രാർത്ഥനയ്ക്ക് എന്താണ്, എഫേസ്യ സഭയ്ക്ക് വേണ്ടി ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ തികഞ്ഞു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ ഒക്കെ കലവറയെ തുറക്കുന്നതായ പ്രക്രിയയാണ്. നമുക്കറിയാം തിരുവചനം മുഴുവൻ ദൈവ വാഗ്ദത്തങ്ങളാണ്, നമുക്ക് വേണ്ടിയുള്ള വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങളെയൊക്കെ മുറുകെ പിടിക്കുന്നതിനും അത് നമ്മുടേതാക്കി തീർക്കുന്നതിനുമുള്ള ഒരു നിരന്തരമായ പ്രക്രിയയാണല്ലോ പ്രാർത്ഥന. പിന്നീട് കർത്താവിന്റെ ദാസൻ പറഞ്ഞ എന്താണ്, അന്ധകാര ശക്തികളുമായിട്ടുള്ളൊരു പോരാട്ടമാണ്. നമുക്കറിയാം പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, എന്നാൽ വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. എങ്ങനെയാണ് കാണാത്തതായിട്ടുള്ള ആ ശക്തികളോട് നമ്മൾ പോരാടുന്ന? പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. എന്നാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന, നമ്മൾ കാണുന്ന ആളുകളോട്, നമ്മുടെ കുടുംബാംഗങ്ങളോ അല്ലെ നമ്മുടെ സ്നേഹിതരെ, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരെ നമ്മളോട് എതിർക്കുമ്പോൾ നമ്മൾ അവരോട് അങ്ങ് എതിർക്കുക. എന്നാൽ അതിന്റെ പിന്നിലുള്ള ശക്തിയോട് എതിർക്കാനാണ് പ്രാർത്ഥന നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കേട്ട ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് വരാം. നമുക്കറിയാം ദൈവത്തിന് വേണ്ടി എന്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ആളുകളെല്ലാം പ്രാർത്ഥനയിൽ അനേകം മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു. ബില്ലി ഗ്രഹാം നമുക്കറിയാം ഈ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു സുവിശേഷകനായിരുന്നു. എന്നാൽ അദ്ദേഹം എത്രയോ മണിക്കൂറുകളാണ് പ്രാർത്ഥനയിൽ മുട്ടുന്നതിൽ നിന്ന് പ്രാർത്ഥിച്ചത്. നമുക്കറിയാം. അതുപോലെ തന്നെ ജോർജ് മുള്ളർ, അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ ഇന്ന് എത്രയോ വിശ്വാസവീരനായിരുന്ന ജോർജ് മുള്ളർ, അദ്ദേഹം പ്രാർത്ഥനയിലാണ് ഈ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറുക്കു വഴികളില്ല. നമുക്കറിയാം കർത്താവാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ മാതൃക. കർത്താവ് അവൻ ഇരുട്ടുള്ളപ്പോൾ അതികാലത്ത് തന്നെ എഴുന്നേറ്റ് അവൻ വേറിട്ട് നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു എന്നാണ്. എന്നാൽ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം പ്രാർത്ഥിക്കാനാണ്. നമുക്കൊരു പുസ്തകം വായിക്കാനോ പ്രസംഗിക്കാനോ ഒക്കെ ഇഷ്ടമാണ്. എന്നാൽ നിരന്തരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് അത് നമ്മളെ പ്രാർത്ഥിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ആ ഇൻട്രസ്റ്റ് എല്ലാം മാറ്റിക്കളയുന്നത്. അതുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ വളരെ മനോഹരമായിട്ട് വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. കൺവെൻഷൻ പ്രസംഗനാണെന്ന് കേട്ടു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ ദൈവവചനം പറയുന്നതിനും അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ കർത്താവ് തന്റെ ദാസനെ വീണ്ടും എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിന്റെ പേരിനെ കുറിച്ചും ഒക്കെ കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പ്രാർത്ഥനയിൽ 5 വർഷമായിട്ട് വരുന്നു. എന്നാൽ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളവരെ, നമ്മൾ വന്നു പ്രാർത്ഥിച്ചു പോയി എന്നതിലുപരി നമ്മൾ ആ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ പൗലോസ് പറഞ്ഞത് എന്താണ്? ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഇടവിടാതെ നിലനിൽക്കുക. കർത്താവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യവും ആ ബന്ധം വെച്ച് നമുക്കറിയാം. ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിലും സ്നേഹിതരുമായിട്ടുള്ള ബന്ധമാണെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യം വന്ന് ആ ബന്ധം ഉലഞ്ഞു പോകും, ബന്ധം നഷ്ടപ്പെടും. അങ്ങനെ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ ദൈവവുമായിട്ട് നിരന്തരമായിട്ടുള്ള ആ ബന്ധത്തിൽ ദൈവേഷ്ടം മാത്രം ചെയ്ത് നിലനിൽക്കുക എന്നുള്ളതാണ് നിരന്തരമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കാം. കർത്താവിന്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഷിക്കാഗോ പ്രയർ ലൈനിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ്
ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, വളരെ ദുഃഖകരമായ ഒരു വാർത്ത. എന്നാൽ അപ്പോൾ അധികം പേരില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ കാര്യം ഒന്ന് പറയുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട MV ജോർജ് പാസ്റ്റർ ഇന്ന് രാവിലെ, ഇവിടുത്തെ സമയം ഇന്ന് രാവിലെ നിത്യതയിൽ ചേർക്കപ്പെട്ടു. കർത്താവിന്റെ ദാസൻ വളരെ ആകസ്മികമായിട്ടാണ് പെട്ടെന്ന് മരിച്ചു പോയത്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ സിസ്റ്റർ ഉണ്ടായിരുന്നു, ചായ കൊടുത്തു, അല്ലെ കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. പോയിട്ട് ക്ഷീണമായിട്ട് സിസ്റ്ററിന്റെ അടുത്ത് വന്നിരുന്നു. സിസ്റ്റർ അദ്ദേഹത്തെ താങ്ങി പിടിച്ചു. ഏതായാലും ആ സമയത്ത് തന്നെ അദ്ദേഹം നിത്യതയിൽ പ്രവേശിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു അസംബ്ലീസ് ഓഫ് ഗോഡ് പാസ്റ്റേഴ്സിന്റെ ഒരു സെക്ഷണൽ മീറ്റിംഗിൽ സംബന്ധിക്കുകയായിരുന്നു. ഇവിടുന്ന് 30 മൈൽ ദൂരെയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. രാവിലെ 6:30ക്കാണ് ഇത് സംഭവിച്ചത്. ആ സമയത്ത് തന്നെ ഇവിടെയുള്ള മലയാളി പാസ്റ്റർമാരെല്ലാം അവിടെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെല്ലുകയും പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള 911 എമർജൻസി സർവീസ് വിളിച്ചു. അവര് വന്നു. പക്ഷെ അവര് വന്നപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം മരിച്ചു പോയിരുന്നു. പിന്നീട് പാസ്റ്റർമാരെല്ലാം കൂടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് പോയി. എന്നിട്ട് ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഫ്യൂണറൽ ഹോമില് അവരെ വിളിച്ചു. ഫ്യൂണറൽ ഹോംകാർ വന്ന് ബോഡി കൊണ്ടുപോയിട്ട് ഫ്യൂണറൽ ഹോമിലെ മോർച്ചറിയിൽ വെച്ചിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച, ഇവിടുത്തെ സമയം തിങ്കളാഴ്ചയായിരിക്കും ഫ്യൂണറൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ഈ ഉച്ച സമയത്ത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഭവനത്തിൽ പോയിരുന്നു. സിസ്റ്റർ അവിടെ ഉണ്ട്. ധാരാളം ഫോൺ കോളുകൾ വിളിക്കുന്നുണ്ട്. MV ജോർജ് പാസ്റ്റർ ഇവിടെയുള്ള അമേരിക്കയിലുള്ള ധാരാളം പ്രെയർ ലൈനുകളിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. സിസ്റ്ററിന്റെ പാസ്റ്ററിന്റെ ഇളയ സഹോദരിയും ഭർത്താവും അങ്ങനെയുള്ള 1-2 പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ സിസ്റ്ററിന്റെ കൂടെ സംസാരിച്ചിട്ട് ഞാനും ജോയ്സ് മാത്യു, നമ്മുടെ ഈ പ്രെയർ ലൈനിലെ പാട്ട് പാടുന്ന ജോയ്സ് മാത്യു, ഞങ്ങൾ 2 പേരും കൂടാണ് പോയത്. അദ്ദേഹം ഒരു പാട്ട് പാടി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോന്നു. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇനിയും ആ സിസ്റ്റർ എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഞാന് പാസ്റ്ററിന്റെ വീട്ടിൽ പോകാറുണ്ട്. ഞാനും സുജയൊക്കെ പോകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് പോയിട്ടില്ല. പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല, പോയില്ല. എന്നാൽ ഈ തിങ്കളാഴ്ച രാവിലെ, ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാവിലെ, ഇവിടുത്തെ ഞായറാഴ്ച വൈകിട്ട് ഞാൻ ജോബിൻ ബ്രദറിനെ കണ്ടിട്ട് പാസ്റ്ററിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആ ഭവനത്തിൽ കയറാനുള്ള പ്രധാന കാരണം നമ്മുടെ റജി കോഷി ബ്രദർ എഴുതിയ പുസ്തകം, ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത പുസ്തകം, അതിലെ 3-4 കോപ്പി എനിക്ക് അയച്ചു തന്നു. ഏതാനും കോപ്പി അയച്ചു തന്നു. അതിലെ 3-4 കോപ്പി പാസ്റ്ററിന് കൊടുക്കണം, MV ജോർജ് പാസ്റ്ററിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനായിട്ടാണ് ഞാൻ പോയത്. ഞാൻ ആ കോപ്പികൾ കൊടുത്തു. വളരെ സന്തോഷം, ഇത് കൊണ്ടുവന്നല്ലോ, വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. ഞാൻ സാധാരണ ഇങ്ങനെ ഫോട്ടോയൊന്നും എടുക്കുന്നതല്ല. ഞാൻ പറഞ്ഞു, നമുക്കൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. ഞാനിതൊരു സെൽഫി എടുത്തതാണ്. സാധാരണ പിള്ളേരാണല്ലോ സെൽഫി എടുക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. എനിക്കെന്തോ അന്നേരം ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ ക്യാമറ എടുത്ത് ഇങ്ങനെ കാണിച്ച് ഒരു ഫോട്ടോ എടുത്തതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ ഇതായിരിക്കാം ജീവനോടെയുള്ള MV ജോർജ് പാസ്റ്ററിന്റെ അവസാനത്തെ ചിത്രം. എത്ര ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പ്രിയമുള്ളവരെ. നമ്മള് ഇങ്ങനെ 2 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസന് ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ പാസ്റ്റർ എഴുന്നേറ്റ് നിന്നപ്പോൾ അസാധാരണമായിട്ടൊരു വണ്ണമൊക്കെ ഉള്ള പോലെ, എന്തൊക്കെയോ ഒരു വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, എന്താ പാസ്റ്റർ ഇങ്ങനെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പ്രാർത്ഥിച്ചിട്ട് പോരുകയും ചെയ്ത്. അന്ന് ഞാൻ അവിടെ ഇരുന്നാണ്, ഞാൻ ആ പ്രയറിൽ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ MV ജോർജ് പാസ്റ്റർ വീട്ടിലിരുന്നാണ് പ്രയറിൽ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാട്ട് പാടിയത് പാസ്റ്ററും ഭാര്യയും കൂടെ ചേർന്നാണ് ആ പാട്ടുകൾ പാടിയത്. നിങ്ങളത് കേട്ട് കാണും. അങ്ങനെ ഇവിടുത്തെ തിങ്കളാഴ്ച രാവിലെ അല്ലേ നിങ്ങൾ അവിടുന്ന് പാടിയ? ഞാനല്ലേ അന്ന് വചനം പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചത്? അതെ, ഞാൻ ഇവിടുത്തെ ഞായറാഴ്ച വൈകിട്ട് എന്ന് പറഞ്ഞ അവിടുത്തെ തിങ്കളാഴ്ച രാവിലെ 6 മണിയുടെ പ്രാർത്ഥനയാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ ആ പ്രാർത്ഥനയിൽ സാധാരണ പാസ്റ്റർ അങ്ങനെ പാടാനായിട്ടൊരു അവസരം നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ അന്ന് ഞാൻ പാടിയപ്പോൾ എൻ്റെ കൂടെ പാടുകയും പിന്നീട് എന്തോ ഞാൻ എപ്പോഴും അദ്ദേഹം, അതുപോലെ നമ്മുടെ ജോൺ വെൽസൺ പാസ്റ്റർ നടത്തുന്ന വ്യാഴാഴ്ച രാവിലെയുള്ള പ്രാർത്ഥനയിൽ
ജോൺ ബെൽസൺ എം വി ജോർജ് പാസ്റ്ററോട് പ്രസംഗിക്കാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ പ്രാർത്ഥനയിൽ വ്യാഴാഴ്ച രാവിലെ എന്നും പാസ്റ്റർ കയറാറുണ്ട്. ജോൺ ബെൽസൺ പാസ്റ്റർ എന്നും അങ്ങനെ ഒരു അവസരങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഏതായാലും എന്തോ ഞാനന്ന് അവിടെ പോവുകയും ഞാൻ 12-13 വർഷങ്ങളായിട്ട് പാസ്റ്ററുടെ പരിചയമുണ്ട്. അന്ന് പല രീതിയിലുള്ള അങ്ങനെ അവിടെ പോവുകയും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് കർത്താവിന്റെ ദാസന്. എന്തോ അതുകൊണ്ടായിരിക്കാം അന്ന് അസാധാരണമായ വിധത്തിൽ സാധാരണ കുറെ നാളുകളായി ഞാൻ അങ്ങോട്ട് പോയിട്ട്, എന്നാൽ അന്ന് പോകാനായിട്ട് ഇടയാകുകയും അസാധാരണമായ വിധത്തിൽ ഫോട്ടോ എടുക്കുകയും അസാധാരണമായ വിധത്തിൽ ഒരുമിച്ചിരുന്ന് പാടുകയും അന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് താമസിക്കും, അതുകൊണ്ട് പാസ്റ്റർ ആ മീറ്റിംഗ് ഞങ്ങൾ ക്ലോസ് ചെയ്തേക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ പാസ്റ്റർ ആയിരുന്നു ആ മീറ്റിംഗ് ക്ലോസ് ചെയ്തത്. അതായിരുന്നു പാസ്റ്ററിന്റെ ഷിക്കാഗോ പ്രയർ ലൈനിലെ അവസാനത്തെ മീറ്റിംഗ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മള് സ്വപ്നത്തിൽ പോലും ആരും ചിന്തിച്ചില്ല ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഫോട്ടോ എടുത്തത് ഇതായിരിക്കും അവസാന ഫോട്ടോ ഒന്നും വിചാരിച്ചാൽ എടുത്ത്. അന്നേരം എന്തോ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചതായിരിക്കണം. ഞാനൊരു ഫോട്ടോ എടുത്തു, ഒരുമിച്ചിരുന്ന് പാടി സന്തോഷമായിട്ട് സ്നേഹമായിട്ട് സംസാരിച്ചു. നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ എല്ലാവരോടും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്നു, ആരാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയുകയില്ല. അതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരു പശ്ചാത്താപം, ഒരു മനസ്താപത്തിന് ഇടയാകാതെ നമുക്കുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരോടും ഷെയർ ചെയ്യുകയും എല്ലാവരോടും സ്നേഹമായിട്ടിരിക്കുകയും ഒക്കെ ചെയ്യുക. അതുമാത്രമേ നമുക്ക് കഴിയുള്ളല്ലോ. കർത്താവിന്റെ ദാസന് ഈ തിങ്കളാഴ്ച ഇവിടുത്തെ സമയം തിങ്കളാഴ്ച രാവിലെ, നാട്ടിലെ സമയം അടുത്ത തിങ്കളാഴ്ച രാത്രി ആയിരിക്കും ഫ്യൂണറലും മറ്റു കാര്യങ്ങളും. കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയുന്നതാണ്. എല്ലാവരും ജെസ്സി സിസ്റ്ററിന്റെ മകന് നാട്ടിലുണ്ട്, ഇവിടെ വരാനുള്ള വിസ ഉണ്ട്. ഞാൻ പറഞ്ഞു സിസ്റ്ററോട് ഇവിടെ വരാനായിട്ട് ആവശ്യപ്പെടുക, നല്ല ഒരു സാഹചര്യമാണല്ലോ, ഇനി സിസ്റ്റർ തനിയേ ഉള്ളല്ലോ, എന്താണ് എങ്ങനെയാണ് എന്ന് അറിയുന്നില്ല. ഇവിടെ അങ്ങനെ സിസ്റ്ററിന് തന്നെ ജീവിക്കാൻ അത്ര പരിചയം സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും കർത്താവ് ആരെയും കൈവിടുന്നില്ല. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ കർത്താവ് തീർച്ചയായിട്ടും സഹായിക്കും. കർത്താവ് എല്ലാവരെയും കരുതുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് വളരെ ഞാൻ മീറ്റിങ്ങിൽ ഇരുന്നപ്പോഴാണ് എന്റെ സ്നേഹിതൻ റെജിയാണ് എന്നെ വിളിച്ചത്. റെജി ഷിക്കാഗോ, അദ്ദേഹം പാസ്റ്ററിന്റെ വീടിന്റെ അടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. ഞാൻ പക്ഷേ ഫോൺ എടുത്തില്ല. ഇവിടെ തിരിച്ച് വീട്ടിൽ വന്ന 1:30 ആയപ്പോഴാണ് ആ ടെക്സ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചു പോയി. എന്ത് ചെയ്യാം, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ഭവനത്തിന് വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്യോന്യം നമുക്ക് ഭാരങ്ങളെ വഹിക്കുക, പ്രാർത്ഥിക്കുക. തുടർന്ന് എല്ലാ കാര്യങ്ങളും, ശവസംസ്കാരവും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ആകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ഈ ഷിക്കാഗോ പ്രയർ ലൈന് ഒരു മുതൽക്കൂട്ടായിരുന്നു. പല പ്രായമുള്ള ഒരാളായിരുന്നല്ലോ അദ്ദേഹം. ആക്ച്വലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രയർ ലൈൻ തുടങ്ങിയത് ഒരു പ്രയർ ലൈനായിട്ടല്ല, ഒരു വീട്ടു പ്രാർത്ഥനയായിട്ട് തുടങ്ങിയതാണ്. ഹൈന്ദവർക്ക് വേണ്ടി അക്രൈസ്തവരെ ഒക്കെ ആകർഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ജോർജ് പാസ്റ്ററും വേറെ ഒരു പാസ്റ്ററും വേറെ ഒരു സഹോദരനും അങ്ങനെ 4-5 പേര് ചേർന്ന് തുടങ്ങിയ ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ വീട്ടിൽ വെച്ച ഒരു ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നല്ലോ അന്ന് സൗകര്യം, കോവിഡിന് മുമ്പാണ്. ചൊവ്വാഴ്ച വൈകിട്ട് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തും, പിന്നത്തെ ആഴ്ച പാസ്റ്ററിന്റെ വീട്ടിൽ വെച്ച് നടത്തും, പിന്നത്തെ ആഴ്ച മറ്റേ സഹോദരന്റെ വീട്ടിൽ വെച്ച് നടത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് കോവിഡ് വന്നപ്പോഴാണ് ഇത് ഓൺലൈൻ ആക്കി, പിന്നീട് ആണല്ലോ ഇത് സൂം ലൈൻ ആക്കിയത്. അതുപോലെ തന്നെ ഇത് 7 ദിവസവും ആക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ജോബിൻ പാസ്റ്ററെ ഉത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ ജോർജ് പാസ്റ്റർ അതിനകത്ത് ചോദിച്ചപ്പോൾ ജോർജ് പാസ്റ്റർ പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് 7 ദിവസവും നടത്തിക്കൂടാന്ന് പറഞ്ഞ് അങ്ങനെ ഉത്സാഹിപ്പിച്ചാണ് 7 ദിവസവും നമ്മൾ ഇത് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഏതായാലും ഈ ഷിക്കാഗോ പ്രയർ ലൈനിന്റെ പേരിലുള്ള എല്ലാ അനുശോചനങ്ങളും എല്ലാ ദുഃഖവും പ്രകാശിപ്പിക്കുന്നു. കർത്താവ് ആ കുടുംബത്തെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. തുടർന്ന് പിന്നീട് ജെസ്സി സിസ്റ്ററിനോട് കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കൈത്താങ്ങലുകൾ നമുക്ക് നൽകുകയും ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ.